ഹലോ ഗൈസ്, ഇന്ന് റിലീസായ കൽക്കി എന്നുള്ള നമ്മുടെ പ്രവാസിന്റെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് നാഗേഷനാണ് ഈ സിനിമ ഡയറക്ടർ, റൈറ്റർ ഒക്കെ. അതേപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണാണ്. പിന്നെ പെർഫോം ചെയ്തിരിക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, കമൽഹാസൻ, പ്രഭാസ്, പിന്നെ ശോഭന, അന്നബൻ, നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ, പശുപതി അടക്കം ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, ഒന്ന് രണ്ട് പേരുടെയൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ അത് ആസ്വാദനത്തെ നശിപ്പിക്കും. അതുകൊണ്ട് ആ പേരുകൾ ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതിനകത്ത് എന്താണ് എനിക്ക് ഈ സിനിമയിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് അമിതാഭ് ബച്ചന്റെ കാര്യമാണ്. എന്റെ പൊന്നോ, പുള്ളി സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ പുള്ളി ഇങ്ങനെ നോക്കിയിരുന്ന ഒരു ഓറയാണ് പുള്ളി സ്ക്രീനിൽ കാണിക്കുമ്പോൾ, ഒരു പ്രത്യേക വൈബായിരുന്നു. അതുപോലെ തന്നെയാണ് അമിതാഭ് ബച്ചനും പ്രഭാസും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ, ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് സീൻ, അത് ഭയങ്കര ഹെവി ആയിരുന്നു. അപ്പൊ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ വരുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ ആ സിനിമയിൽ എനിക്ക് ഏറ്റവും ഹൈ ആയിട്ട് തോന്നിയ ടൈം അതൊക്കെയാണ്. കാര്യം അത് ഭയങ്കര കിടിലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദീപിക പദുക്കോണൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ചിട്ട് സെക്കൻഡ് ഹാഫ് ആണ് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് ടോട്ടലി സിനിമ 3 മണിക്കൂറുണ്ട്. അപ്പം ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറച്ച് പയ്യെ പയ്യെ പോയതുപോലെ ഫീൽ ചെയ്തു. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴത്തേക്ക് കുറെ ഗൂസ് ബംസ്, അതായത് നമ്മളിങ്ങനെ രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ക്ലൈമാക്സിലോട് എത്തിയപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ട് കാണാനുള്ള ഒരു ത്വര, മീൻസ് ആ ഒരു ക്യൂരിയോസിറ്റി അവർ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു സിനിമയാണ്. എനിക്ക് ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഏത് കാറ്റഗറി പെട്ട ആൾക്കാർക്ക്, അതായത് കുട്ടികളാവട്ടെ, ഏജ്ഡ് ആയ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു മിഡിൽ, ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർക്കും കാണാൻ പറ്റിയ കുറെ കാര്യങ്ങൾ, അതിനകത്ത് കുറച്ച് കോമഡി കാര്യങ്ങൾ, ഫൈറ്റ്, സീരിയസ്, ഇമോഷൻസ്, അങ്ങനെ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇല്ല സിനിമ പോലെ, ആ സിനിമ പോലെ അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സിനിമ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാം. പിന്നെ ഈ 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ അതിനകത്തുള്ള ഒരു പ്രശ്നം. അതർവൈസ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമന്റ് ചെയ്തേക്ക്. അതെല്ലാം കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തേക്ക്. ഓക്കെ, ബൈ.